ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാടൻ രുചിയുള്ള ഒരു ചെറുപയർ പരിപ്പ് കറിയാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശൻ്റെയും ചപ്പാത്തിൻ്റെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയും കൂടെയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ആദ്യം നമുക്ക് ചെറുപയറൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറുപയറിൻ്റെ നിറം ഒന്ന് മാറിയിട്ട് നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മുഴുവൻ ചെറുപയർ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നമ്മളൊരു 5-6 തവണയൊക്കെ ഇങ്ങനെ വെള്ളം മാറ്റി കഴുകുമ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ തൊലിയും പച്ച നിറത്തിലുള്ള ഭാഗങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. കഴിയുന്ന അത്ര നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു 1/2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ മതി. വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്ക് തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അരപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളുടെ ചെറുപയർ കറി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.